നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. യഥാർത്ഥ കേരള കോൺഗ്രസ് പി.ജെ. ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ആണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാറക്കാടൻ ആലപ്പുഴയിൽ ന്യൂസ് ചാനൽസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ ADSന്റെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ദന്തൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാളികേര വികസന ബോർഡും കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന നാളികേര കർഷകർക്കുള്ള സൗജന്യ വള വിതരണ പദ്ധതിക്ക് തുടക്കമായി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. യഥാർത്ഥ കേരള കോൺഗ്രസ് പി.ജെ. ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ആണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാറക്കാടൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ ന്യൂസ് ചാനൽസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ കേരള കോൺഗ്രസ് പി.ജെ. ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ആണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാറക്കാടൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ ന്യൂസ് ചാനൽസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ കേരള കോൺഗ്രസ് പി.ജെ. ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുണ്ട്, വൻപിച്ച ജനപിന്തുണയുണ്ട്. ജനപിന്തുണ എന്ന് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് കോട്ടയം പാർലമെന്റ് സീറ്റിൽ മാണി ഗ്രൂപ്പ് മത്സരിച്ചു, ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു. അവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ജയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ 10 മടങ്ങ് സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് വിജയം നേടി. എന്ന് മാത്രമല്ല, മാണി ഗ്രൂപ്പ് പല സ്ഥലങ്ങളിലും മാണിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയുടെ ആസ്ഥാനത്തും റോഷി അഗസ്റ്റിന്റെ ആസ്ഥാനത്തും കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ പരാജയപ്പെടുകയും അവിടെയെല്ലാം ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചു വരികയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് 8 സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു, 7 സീറ്റിൽ വിജയിച്ചു. ഏതാണ്ട് 100% ജയിച്ചു എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുണ്ട്, വമ്പിച്ച ജനപിന്തുണയും കേരള കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും മത്സരിച്ചിരുന്നു. എന്നാൽ അവിടെ മികച്ച ഭൂരിപക്ഷത്തോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഫ്രാൻസിസ് ജോർജ് ആണ് വിജയിച്ചത്. ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വൻ മുന്നേറ്റം നടത്തി കൂടുതൽ സീറ്റുകൾ നേടുവാനും ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിന് സാധിച്ചു. ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 8 സീറ്റിൽ മത്സരിച്ച തങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ 7 സീറ്റിലും വിജയിച്ചു എന്നത് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിന്റെ പ്രസക്തി ഏറെ മുന്നിലാണെന്നും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ പോലും വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നും ബേബി പാറക്കാടൻ കൂട്ടിച്ചേർത്തു. കുടുംബശ്രീ ADSന്റെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ദന്തൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ദന്തൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് കുടുംബശ്രീ ADSന്റെയും വണ്ടാനം ദന്തൽ മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ദന്തൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. സന്തോഷ് കുമാർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാർക്ക് അവിടെ എത്തി കൈ നിറയെ മരുന്ന് വാങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു ഒരുപക്ഷെ പഴയ കാലങ്ങളിലെ പോലെ മെഡിക്കൽ ക്യാമ്പുകൾ നാട്ടിൻപുറങ്ങളിലേക്ക് എത്രയേറെ എണ്ണം ഇപ്പോൾ വരാൻ കഴിയാത്തത്. എന്നാലിപ്പോൾ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ക്യാമ്പുകൾ അത് അനിവാര്യമാണെന്ന സംശയമൊന്നുമില്ല. ഇപ്പോൾ ഒരു പല്ലിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, അതിനൊരു ചികിത്സ സംവിധാനം നമ്മുടെ മുറ്റത്ത് ലഭിക്കുമ്പോൾ അത് ശരിയായ നിലയിൽ ഉപയോഗിക്കുവാൻ, അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ADS 13-ാം വാർഡ് ADS ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന 14-ാം വാർഡ് ADS ഏറ്റവും മികച്ച നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏറ്റെടുക്കാറുള്ളത്. ജനങ്ങൾക്ക് ആവശ്യപ്രദമായ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുവാൻ നമ്മുടെ കുടുംബശ്രീ ADSന് കഴിയുന്നുണ്ട്.
ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്യാമ്പ് ഒരുക്കുക എന്നുള്ളത് തീർച്ചയായും അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്തവർക്ക് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് വാർഡ് മെമ്പർ PT ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വണ്ടാനം ദന്തൽ കോളേജിലെ ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ രാഹുൽ രാജ് ദന്തരോഗത്തെയും ദന്തസംരക്ഷണത്തെയും കുറിച്ച് ക്ലാസ് നയിച്ചു. ADS പ്രസിഡന്റ് ലത രാജി സ്വാഗതവും സെക്രട്ടറി സുമാ ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. നാളികേര വികസന ബോർഡും കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന നാളികേര കർഷകർക്കുള്ള സൗജന്യ വളം വിതരണ പദ്ധതിക്ക് തുടക്കമായി. നാളികേര വികസന ബോർഡും കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന നാളികേര കർഷകർക്കുള്ള സൗജന്യ വളം വിതരണ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ S രാധാകൃഷ്ണൻ നിർവഹിച്ചു. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം എന്നിവയാണ് കർഷകർക്ക് പദ്ധതിയിലൂടെ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന മുഴുവൻ പട്ടികജാതി കുടുംബങ്ങൾക്കും വളം നൽകും. രണ്ടാം ഘട്ടത്തിൽ പഞ്ചായത്തിലെ മറ്റു കർഷകർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കും. 12,000-ലേറെ തെങ്ങുകൾക്കാണ് 3 ഇനം വളം നൽകുന്നത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ റോസ്മി ജോർജ് പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ R അശ്വിൻ, G മുരളി, KV വിജിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ PT ശശിധരൻ, സജിത ബൈജു, P മുരളി, കർമ്മസേന കൺവീനർ G ഉദയപ്പൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ പിച്ചോയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അന്യായമായ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ പിച്ചോയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. വാണിജ്യ ഗ്യാസിന്റെ വില ഒറ്റയടിക്ക് കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലകളെ അപ്പാടെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ പകൽക്കൊള്ള പിൻവലിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സമിതി ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ EA സമീർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ സെക്രട്ടറി S ശരത് യോഗത്തിന് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ T വിജയകുമാർ, മണിമോഹൻ, ജില്ലാ ഭാരവാഹികളായ ജമീല പുരുഷോത്തമൻ, KS സലീം, V വേണു എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യഥാർത്ഥ കേരള കോൺഗ്രസ് PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ആണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാറക്കാടൻ ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ ADSന്റെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ദന്തൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാളികേര വികസന ബോർഡും കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന നാളികേര കർഷകർക്കുള്ള സൗജന്യ വള വിതരണ പദ്ധതിക്ക് തുടക്കമായി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.